പ്രിയപ്പെട്ടവർ, വീണ്ടും വരുവാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുരിശിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചരിത്രപരമായിട്ടും മൂലഗ്രന്ഥപരമായിട്ടുമാണ് നമ്മൾ അതിനകത്ത് വിശകലനം ചെയ്യുന്നത്. പല ബൈബിളെന്ന് പറയുമ്പോൾ ബൈബിൾ ഒന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ പരിഭാഷകൾ പലതും. മലയാളം തന്നെ പല പരിഭാഷകൾ. അപ്പോൾ അതൊക്കെ പല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ചിലതിൽ കുരിശ് എന്ന് എഴുതിയിട്ടുണ്ട്, ചില കുറേ ഭാഗങ്ങളിൽ ക്രൂശിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കുരിശും ക്രൂശിക്കലും ഒന്നല്ല കേട്ടോ, അത് രണ്ടും രണ്ടാണ്. എന്നാൽ തൂക്കിക്കൊന്നു, ആണിയരച്ച് തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ മരത്തിൽ തൂക്കിക്കൊന്നു, ദണ്ഡന സ്തംഭത്തിൽ തൂക്കിക്കൊന്നു എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് ചർച്ച ചെയ്തത് ഈ ചരിത്രത്തിലുള്ള കാര്യങ്ങളും അന്നത്തെ നിയമങ്ങളും ഒക്കെ വെച്ചിട്ട്, ബൈബിളുമായി വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളും ഇതേപോലെ തന്നെ ബൈബിള് നിങ്ങളുടെ കയ്യിൽ ചരിത്രം പോകാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ ബൈബിൾ ഉണ്ടാവുമല്ലോ, ബൈബിൾ കിട്ടുന്ന സാഹചര്യം നിങ്ങൾ ബൈബിൾ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഞാൻ പറയുന്നതും ആര് പറയുന്നതും ആയിക്കോട്ടെ, നമ്മൾ തൊടാതെ ചുമ്മാ അങ്ങ് വിശ്വസിച്ച് അങ്ങനെ പോകരുത്. ആര് പറഞ്ഞാലും, ഞാൻ പറയുന്നത് നിങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളൊരു കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ പറയുന്ന വാക്കുകൾ എന്താണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ചിന്തയിൽ ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പരിശോധിക്കുക. അതിൻ്റെ വേർഡ്സ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കുക, വീട്ടിൽ വന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മളൊന്നും മനസ്സിലാവത്തില്ല. ചുമ്മാ നമ്മളെന്തോ കുർബാന കാണുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. മിക്കവരുടെ വിചാരം ഈ കുർബാനയാണ് ഏറ്റവും വലിയ ഒരു സംഭവം. അല്ല, ഒരിക്കലും അല്ല. ദൈവത്തിനിഷ്ടം പഠിച്ചു വളരുന്നതിന്. എന്ത് പഠിച്ച് വളരുക? ബൈബിൾ പഠിച്ച് വളർന്ന് മറ്റുള്ളവർക്ക് അറിവ് പകരും. ദൈവത്തിനിഷ്ടമാണ് ഇത്. ബൈബിൾ എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണല്ലോ, വിശ്വാസികളോടാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ വിശ്വാസികളോടാണ്, വിശ്വാസമില്ലാത്തവരോടല്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ബൈബിൾ പഠിച്ചു വളരും. അതുകൊണ്ട് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഈ സ്നാനം എന്ന് പറയുന്നതിനെക്കുറിച്ച്. സ്നാനം എന്ന് പറയുന്നത് ബാപ്റ്റിസം. ആക്ച്വലി ഈ ബാപ്റ്റിസം എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് ഗ്രീക്കിൽ നിന്ന് എടുത്തു വന്നത്. ബാപ്റ്റിസം, അതിൽ നിന്നാണ് ബാപ്റ്റിസം എന്നത്. നമുക്കറിയാലോ, ഈ പുതിയ തിരുവെഴുത്തുകളെല്ലാം, യേശുവിൻ്റെ കാലത്തുണ്ടായ തിരുവെഴുത്തുകളെല്ലാം, പുതിയ നിയമങ്ങളെല്ലാം ഗ്രീക്ക് ഭാഷയാണ്, അതിലാണ് ഉണ്ടായത്. അപ്പം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ, പുതിയ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമ്മൾ പരിശോധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഗ്രീക്ക്, മൂലഭാഷ ഗ്രീക്ക്, അതിൻ്റെ ചിലപ്പോൾ ഗ്രീക്കിലേക്ക് പോകണം. ഇന്നിപ്പോൾ ഒരുപാട് സോഴ്സുകളുണ്ട് ഇതൊക്കെ പരിശോധിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക്, എന്താണ് സ്നാനം, ഏതെല്ലാം പ്രായത്തിലുള്ളവരാണ്, നമ്മളെങ്ങനെ മനസ്സിനെ ഒരുക്കണം, സ്നാനം ലഭിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബൈബിൾ പറയുന്നു, സ്നാനം നടത്തിയാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. ഈ രക്ഷ ലഭിക്കുന്നത് എന്തിലൂടെയാണ്? പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും, അതായത് യേശുവിനെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും അറിയുന്നതാകുന്നു നിത്യജീവൻ. ഈ നിത്യജീവനിലൂടെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. പിതാവായ ദൈവത്തെയും യേശുവിനെയും കുറിച്ചുള്ള സത്യം അംഗീകരിക്കുക. സത്യം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സത്യമായിട്ട് കാണുന്നതെല്ലാം ചരിത്രപരമായിട്ടുള്ള സത്യങ്ങളോ അല്ലെങ്കിൽ ഈ സയൻറ്റിഫിക് പരമായിട്ടുള്ളതല്ല, ബൈബിൾ പരമായിട്ടുള്ള സത്യങ്ങൾ. ബൈബിൾ വായിക്കുന്ന തിരുവെഴുത്തുകൾ സത്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുക. പാപങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ചെയ്ത പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. ഇത് സ്നാനത്തിന് ഏൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. പിന്നെ എന്താണ് വേണ്ടത്? പിതാവായ ദൈവത്തെ സേവിക്കാൻ ജീവിതത്തിൽ മാറ്റം വരുത്തുക. അപ്പോൾ ദൈവത്തെ ഞാൻ ഇന്നുപോലെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ പാത പിന്തുടരാനായിരിക്കും, ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ന്യായപ്രമാണങ്ങളെ ഞാൻ എടുക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക, മനസ്സിനെ മാറ്റുക. യേശുവിലൂടെയാണ് രക്ഷ നൽകുന്നത് എന്ന് അംഗീകരിക്കുക. നേരത്തെ പറഞ്ഞു പിതാവായ ദൈവത്തെയും യേശുവിനെയും കുറിച്ചുള്ള സത്യം അംഗീകരിക്കുക. ഇവിടെ എന്താണ് രക്ഷ എവിടെ നിന്നാണ് കിട്ടുന്നത്? യേശുവിലൂടെയാണ് രക്ഷ എന്ന് അംഗീകരിക്കുക. തീർച്ചയായിട്ടും യേശുവിലൂടെയാണ്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവെങ്കിലെത്തുന്നില്ല, ഞാനാവുന്നു ആദ്യവും അന്ത്യവും, പുനരുത്ഥാനവും ഞാനാവും എന്നൊക്കെ പറയും. ഇനി എന്താണ് പറയുക? ദൈവേഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരസ്യമായി വെളിപ്പെടുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് ദൈവേഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അത് പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. അങ്ങനെയാണ് നമ്മൾ ഒരു സ്നാനം ഏൽക്കാൻ വേണ്ടി തയ്യാറാവേണ്ടത്, അല്ലേ? ഇനി ഈ സ്നാനം നമ്മൾ ഏറ്റു. ഈ സ്നാനം ഏൽക്കണമെങ്കിൽ ഏതെല്ലാം പ്രായത്തിലുള്ളവർക്കാണ് സ്നാനം ഏൽക്കുന്നത്? എപ്പോഴും ചിന്താശേഷി, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളവർ, മനസ്സിലാക്കാൻ കഴിവുള്ളവർ. തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലെ മാറ്റി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പശ്ചാത്തപിക്കാൻ കഴിവുള്ളവർ, പഠിക്കാൻ അറിയുന്നവർക്ക്, ദൈവത്തെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളവർ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു 5 പോയിന്റുകളാണ് സ്നാനമേൽക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കറിയേണ്ടത് ഈ സ്നാനം ആർക്കൊക്കെ, എങ്ങനെ, അതെന്താണ്, എന്തുകൊണ്ട്? നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 മുതൽ 41 വരെ ഒന്ന് പോവാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 മുതൽ 41. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട്, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ മാനസാന്തരപ്പെടണം, എന്നാലാണ് നിങ്ങൾക്ക് സ്നാനമേൽക്കാൻ പറ്റുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു എന്നുള്ളത് നൗണും ക്രിസ്തു എന്നുള്ളത് വേർഡുമാണ്. യേശു നൗണ്, ക്രിസ്തു വേർഡാവുമ്പോൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അഭിഷിക്തൻ, അത് ദൈവത്തിന് വേണ്ടി ത്യജിക്കപ്പെട്ടവൻ, ജീവിതം മാറ്റി വെച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് വേണം അഭിഷിക്തൻ എന്ന് പറയാം. അഭിഷിക്തൻ എന്നാണ് തന്നെയാണ് അതിൻ്റെ അർത്ഥവും. അപ്പം ദൈവം യേശുവിനെ അഭിഷിക്തൻ എന്ന് വിളിച്ചു, അതായത് ക്രിസ്തു എന്ന് വിളിച്ചു. ക്രിസ്തു എന്ന് വിളിക്കുന്നത് തന്നെ ക്രിസ്തോസ്, ഗ്രീക്ക് വേർഡാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. എന്നിട്ട് എന്താണ് പറയുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ദുരാത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയും, 2 ആത്മാക്കൾ. ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവും, സാത്താൻ്റെ ആത്മാവ് ദുരാത്മാവും. എന്നാൽ മനുഷ്യർക്ക് ആത്മാവുണ്ടോ? മനുഷ്യർക്ക് ആത്മാവുള്ളതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. ബൈബിളിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് ശലോമോൻ പോലും, ഏറ്റവും വലിയ ജ്ഞാനിയായിട്ടുള്ള ശലോമോൻ പോലും പറയുന്നത് ആർക്കറിയാം എന്നാണ് പറയുന്നത്. അപ്പം ശലോമോന് പോലും അറിയില്ല. അപ്പം ബൈബിളിൽ അത് പറയുന്നില്ല. ശരീരത്തിലുള്ള ഞരമ്പുകളുടെ പ്രവർത്തനത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവനെയാണ് ആത്മാവ് എന്ന് പറയുന്നതായിട്ട് ബൈബിളിൽ പറയുന്നു. ഈ ജീവൻ നിലയ്ക്കുമ്പോൾ അതിനെ മരണം എന്ന് പറയും. അല്ലാതെ നമുക്ക് പറയാം ആത്മാവ്. ചിലവർ പറയും മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ നമ്മുടെ കാശ് കളയാം, സമയം കളയാം എന്ന് മാത്രമേ. അങ്ങനെ നമുക്ക് ആത്മാവ് നമുക്കില്ല, ദൈവത്തിനുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും
നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് ദൂരസ്ഥനായ ഏവർക്കുമുള്ളതാണ് ഈ പറയുന്ന സ്നാനം കഴിക്കാൻ വേണ്ടി യോഗ്യതയുള്ളത് ആർക്കും എന്നാ പറയും. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. മത്തായി 3:13 പോവാം. മൂന്നിൻ്റെ 13 മുതൽ നമ്മൾക്ക് 13 മുതൽ 13, 14, 15, 16 നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് അവിടെയും പറയുന്നത്? അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽപ്പാൻ ഗലീലയിൽ യോർദാൻ കര വന്നു. യോർദാൻ കരയിൽ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി. യേശു ആകെ സ്നാനമേൽക്കാൻ തീരുമാനിച്ചത് ആരുടെ അടുത്ത് നിന്ന് സ്നാനമേൽക്കണമെന്നാണ്? യോഹന്നാൻ്റെ അടുത്ത് നിന്ന് സ്നാനമേൽക്കണം. എന്തുകൊണ്ടാണ് യോഹന്നാനെ തിരഞ്ഞെടുത്തത്? യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നാനം കഴിപ്പിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? കൂടെ നടക്കുന്ന ശിഷ്യന്മാർ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. അപ്പം യോഹന്നാനെ സ്നാനമേൽക്കാൻ തിരഞ്ഞെടുത്തത് എന്താണ്? ബൈബിൾ പറയുന്നു, സ്ത്രീകളാൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ അത്രേ. ജഡത്തിൽ വന്നവൻ ഏറ്റവും വലിയവൻ യേശുവാണ്. യേശു ദൈവമായിരുന്നു, ജഡം സ്വീകരിച്ചു, മനുഷ്യൻ്റെ ജഡം സ്വീകരിച്ചു, ഭൂമിയിൽ വന്നവരിൽ യേശുവാണ്. മറിയത്തിൽ നിന്ന് മജ്ജയും മാംസവും രക്തവും സ്വീകരിച്ചു കൊണ്ടിട്ടാണ് ജഡത്താൽ സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ പറയുന്നൊരു കാര്യം. അതുകൊണ്ടാണ് യോഹന്നാനെ തെരഞ്ഞെടുത്തതിൻ്റെ കാര്യം. എന്നിട്ട് എന്താ പറയുന്നത്? അപ്പം യോഹന്നാൻ്റെ അടുത്ത് വന്ന് യോഹന്നാൻ പറഞ്ഞു, യോഹന്നാൻ അവനെ വിലക്കി, ഞാൻ സ്നാനമേൽക്കണമെങ്കിൽ അത് നിന്നിൽ നിന്നാവണം, യേശുവിൽ നിന്നാവണം. അല്ലാണ്ട് ഞാൻ യേശുവിനെ അല്ല സ്നാനം കഴിപ്പിക്കേണ്ടത്. അതിനുള്ള യോഗ്യത എനിക്കില്ല. യോഹന്നാൻ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞത്? പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ? ഞാൻ നിൻ്റെ അടുക്കൽ വരേണ്ട ആവശ്യമുള്ള സാഹചര്യത്തിൽ ഇപ്പം നീ എൻ്റെ അടുക്കലാണ് വരുന്നത്. അതൊരിക്കലും നടക്കുകയില്ല. കാരണം നീ ദൈവമാണ് എന്നുള്ളത്, ദൈവപുത്രനാണ് എന്നുള്ളത് യോഹന്നാൻ അറിയാം. യേശു അപ്പോൾ യോഹന്നാനോട് എന്തു പറഞ്ഞു? ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിവർത്തിക്കാനുണ്ട്. കാരണം യേശു വന്നത് എന്താണ്? പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പല കാര്യങ്ങളും നിവർത്തിക്കാനുണ്ട്, നടക്കണം. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നടക്കണം. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കണം. അത് പൂർത്തീകരിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് വ്യത്യാസങ്ങളില്ല, വലിപ്പ ചെറുപ്പ വ്യത്യാസം ഇവിടെയില്ല. അത് നമുക്ക് മനസ്സിലായി. ജാതി മത വ്യത്യാസങ്ങളും ഈ സ്നാനം കഴിപ്പിക്കുന്നതിനില്ല. അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് ലിംഗവ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. നമുക്കതൊന്ന് നോക്കാം. അത് നോക്കണമെങ്കിൽ നമുക്ക് എവിടെ പോകേണ്ടി വരും? പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എട്ടാം അധ്യായം 36. എട്ടാം അധ്യായം 36 മുതൽ 40 വരെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതിനകത്ത് നോക്കാം എന്താ പറയുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഇവിടെ പറയുന്നത് ഒരു ആണും പെണ്ണുമായിട്ട് ജനിച്ചവൻ, അതായത് ഷണ്ടൻ എന്നൊക്കെ നമ്മൾ പറയും. ഷണ്ടൻ എന്ന് തന്നെയാണ് ബൈബിള് സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷണ്ടനുമായിട്ടുള്ള ഒരു കാര്യം ആരാണ്? ഫിലിപ്പോസുമായിട്ട് ഷണ്ടൻ സംസാരിക്കുന്ന കാര്യവും യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൽ നിന്ന് ചെറിയ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഷണ്ടൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു?
തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ, ഞാൻ ആദ്യം കുറച്ച് വായിക്കുന്നുണ്ട്, മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അവൻ ഫിലിപ്പോസിനെ അപേക്ഷിച്ചു. ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇത് ആരെക്കുറിച്ച് പറയുന്നു, എന്തിനാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിനകത്ത് നമ്മുടെ വിഷയത്തിലേക്ക് ഇതിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പോൾ സുവിശേഷം അറിയിക്കുന്നതിനും ആരോട് എന്നൊന്നുള്ളൊരു ബാധകമാണ്. ചില മതങ്ങൾ ആദ്യം അവർ പറയുക അവരവരുടെ ആൾക്കാരോട് തന്നെയാണ്. ഇവിടെ നമുക്ക് ക്രൈസ്തവതയിൽ അങ്ങനെയില്ല. ജാതിയോ മതമോ ഒന്നും ഇവിടെ പ്രശ്നമാണ്. എന്നിട്ട് ഇനി പറയുന്നത് എന്താണ്? അവർ അങ്ങനെ വഴി പോകുമ്പോൾ, ഇവിടെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അവർ അങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം? അപ്പോൾ ഈ ഷണ്ഡൻ്റെ വിചാരം, ഷണ്ഡന്മാർ നമുക്കറിയാം പല സാഹചര്യങ്ങളും പലരിൽ നിന്ന് പല സമൂഹവും മാറ്റി നിർത്തപ്പെട്ടവരാണ്. പലയിടത്തും മാറ്റി നിർത്തിയിട്ടുണ്ട്. എല്ലാത്തിലും എന്നല്ല ഞാൻ പറയുന്നത്, പല സാഹചര്യങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ ഇങ്ങനെയുള്ള സമൂഹങ്ങൾ. ആണുമല്ല പെണ്ണുമല്ല എന്ന് പറയുന്ന ഒരു സമൂഹം. അപ്പോൾ ഇവിടെ ഈ ഷണ്ഡൻ്റെ വിചാരം, എന്നെ സ്നാനം കഴിപ്പിക്കാൻ ആഗ്രഹിച്ച് ഞാൻ വന്നിട്ട് പോലും ഈ ഫിലിപ്പോസ് മാറ്റി നിർത്തുകയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവിടെ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ ഇവിടെ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന് ഒരു ചിന്ത ഈ ഷണ്ഡനുണ്ടായി. അതാണ് പറയുന്നത്, ഇവിടെ വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ഡൻ പറഞ്ഞു, ഇവിടെ വെള്ളമുണ്ടല്ലോ, ഇനി ഞാൻ സ്നാനം കഴിപ്പിക്കാൻ, നിനക്കെന്താണ് വിരോധം എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഫിലിപ്പോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാവാം. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ഇപ്പോൾ സ്നാനം കഴിക്കാം. അപ്പോൾ ഇവിടെ ജാതിയോ മതമോ ഒന്നും, ലിംഗവ്യത്യാസമോ ഒന്നുമില്ല, ആർക്കും സ്നാനം കഴിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു പൂർണ്ണ വിശ്വാസത്തോടെ എന്നുള്ളൊരു വേർഡ് അവിടെയുണ്ട്. എന്തുവാ? യേശുവിലൂടെയാണ് രക്ഷ നേടുന്നത് എന്ന് നീ അംഗീകരിക്കുക, മനസ്സാലെ അംഗീകരിക്കുക. ദൈവത്തിനെയും പുത്രനെയും കുറിച്ച് അറിയുക. ഇവിടെ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ യേശുവിനെ അംഗീകരിക്കണം. എന്നാൽ നിനക്ക് സ്നാനം കഴിക്കാം. സ്നാനം കഴിച്ച് നീ അറിവ് നേടി നിനക്ക് രക്ഷ നേടാം. നിത്യജീവനിലൂടെ നിനക്ക് രക്ഷ നേടാം. ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ദൈവേഷ്ടം, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് ചെയ്യുവാനായിട്ട് മനസ്സ് തയ്യാറാക്കുക, മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതാണ് സ്നാനം കഴിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി സ്നാനം എന്ന് പറയുന്നത് തന്നെ ഒരൊറ്റ രീതിയിൽ ഒറ്റ കാര്യങ്ങളിലേക്ക് നിർത്തുന്നില്ല. കാരണം ഇതിനകത്ത് പുരോഹിതന്മാർക്ക്, അഭിഷിക്തരായിട്ടുള്ള ആളുകൾക്ക് സ്നാനത്തിന് വ്യത്യാസമുണ്ട്. ഈ യേശു ആരാണ്? അഭിഷിക്തനാണ്. കോരശ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ കോരശ് ആരാണ്? കോരശും അഭിഷിക്തനാണ്. പക്ഷെ കോരശ് മനുഷ്യരാൽ മനുഷ്യകുലത്തിൽ ജനിച്ചവനാണ്. യേശു മനുഷ്യകുലത്തിൽ ജനിച്ചവനല്ല. മനുഷ്യകുലത്തിൽ ജനിച്ചവനാണ്, മനുഷ്യരാൽ ജനിച്ചവനല്ല. യേശു ദൈവമായിരുന്നു. യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ഞാൻ വേറൊരു സമയം നമുക്ക് ചർച്ച ചെയ്യാം. അത് യേശു ആരാണ്, പിതാവ് ആരാണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, എന്നാണ് ഈ പുത്രൻ ജനിക്കുന്നത്, എപ്പോഴാണ് ജനിക്കുന്നത്, ഈ ഭൂമി ഉണ്ടാകുന്ന സമയത്ത് പുത്രൻ എവിടെയായിരുന്നു, ഇതൊക്കെ അവിടെ നമുക്ക് വേറൊരു സമയത്ത് ചർച്ച ചെയ്യാം. അത് വലിയ കാലതാമസം വേണ്ട, നമുക്ക് ചർച്ച ചെയ്യാം. അത് നിങ്ങൾ ബൈബിൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കണം. കാരണം യേശു പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പലരോടും പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പലരോടെന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണും. സ്ലിപ്പ് ഓഫ് ദ ടങ്കാണ് കേട്ടോ. ചിലപ്പോൾ ദൈവത്തിനോട് പല പ്രാവശ്യം സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുന്നത്, ഇത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയും. എൻ്റെ അല്ല നിൻ്റെ എന്ന് പറയുന്ന കാര്യം. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല എന്ന് പറയും.
എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്, ആദിയും അന്ത്യവും ഞാനാകുന്നു എന്ന് യേശു പറയും. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ കൺഫ്യൂഷൻ വരുത്തുന്ന വാക്കുകൾ. ഈ കൺഫ്യൂഷൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ ഒറ്റ വാക്ക്, അതിന് പ്രത്യേകിച്ചൊരു ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല, അത് സിമ്പിളായിട്ട് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സുഭാഷിതങ്ങൾ 8-ാം അധ്യായം എടുക്കുക, എന്നിട്ട് 22 മുതൽ 30 വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ പറയുന്നത്, യേശു ആരാ, ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്, ആദ്യവും അന്ത്യവുമാണോ, യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഒരു അപ്പോസ്തലൻ ഒരിക്കൽ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പോൾ 2 കർത്താക്കന്മാർ വന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ന് പറയുന്നൊരു വാചകം. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, യേശുവിനെ എന്തുകൊണ്ട് കർത്താവെന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് വ്യക്തമായിട്ട് ഈ സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അത് കഴിഞ്ഞ് വേറെ ഉണ്ട്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 20 വരെയുള്ള വചനം, 1 മുതൽ 20 വരെയുള്ള വചനം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെയും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സഹോദരന്മാരെ, നമ്മളിന്ന് ഈ സ്നാനത്തിൻ്റെ ചെറിയൊരു ഭാഗം നമ്മളിന്ന് ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ലിംഗ, ജാതി, മത ഭേദമില്ലാതെ മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ ഗണത്തിൽ നിന്നുകൊണ്ട് ഈ സ്നാനമേൽക്കാൻ പറഞ്ഞു. ചിന്തിക്കുന്നവൻ, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവൻ, ചിന്തിക്കാൻ കഴിവുള്ളവൻ, പാപങ്ങളെ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി നല്ല മാർഗത്തിലൂടെ നയിക്കാൻ പ്രാപ്തിയുള്ള ഏവനും സ്നാനമേൽക്കും. കത്തോലിക്ക സഭ അധികം ചെയ്യുന്നത് കൊച്ചുകുട്ടികളെയാണ് പ്രാർത്ഥന. അത് ആ സഭയിൽ നിന്ന് വിട്ടുപോകാതെ ആ സഭയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടും അവനെ ഒരു നല്ല രീതിയിൽ വളർത്തി വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഈ ചിന്തയിലാണ്. അതാണ് ആ സഭ അങ്ങനെ ചെയ്യുന്നത്. അതിൽ നമുക്ക് തെറ്റൊന്നുമില്ല. കാരണം അവൻ പഠിച്ച് വളർന്ന് ദൈവവചനം പഠിച്ച് വളർന്ന് വലുതാവട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടല്ലോ. കാറ്റഗിസം പഠിപ്പിക്കുന്നത് പലപ്പോഴും ദൈവവചനമായിട്ടുള്ള ബൈബിളല്ല. കുറേയൊക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്, കുറേയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടിട്ട്, അതുകൊണ്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്ന മതബോധന ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. മതബോധന ക്ലാസ്സിലേക്ക് എല്ലാവരും വരും. മതബോധന ക്ലാസ് ആരംഭിക്കാറായി, നിങ്ങൾ പോകുന്നു എന്നൊക്കെ പറയും. അപ്പം മതബോധനമാണ് അതിനകത്ത് അധികവും വരുന്നത്. അതിനോടൊക്കെ എനിക്ക് ഒരുപാട് എതിർപ്പുണ്ട് കേട്ടോ. കാരണം മതബോധനമല്ല നമ്മളെ പഠിപ്പിക്കേണ്ടത്, കാറ്റഗിസമാണ് പഠിപ്പിക്കുന്നത്. കാറ്റഗിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദോപദേശം. കാറ്റഗിസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം വേദോപദേശം എന്ന് തന്നെയാണ്. വേദഗ്രന്ഥമായ ബൈബിളിൽ നിന്ന് വേദം ഉപദേശിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഇതാണ് വേദോപദേശം. പക്ഷേ അധ്യാപകന്മാർക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ അധ്യാപകന്മാർക്ക് ഇതൊന്നും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരെ ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ഇതിൻ്റെ ഒരു പ്രൊമോട്ടറെ വരെ വിളിച്ച് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചപ്പോൾ പുള്ളിക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്കും അറിയില്ല. അപ്പോൾ പിന്നെ എന്താണിത് മുന്നോട്ട് കൊണ്ടുപോകുക വെച്ചാൽ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അത്രയൊക്കെ തന്നെയുള്ളൂ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന പോലും ഈ മതബോധന അധ്യാപകന്മാർക്ക് പോലും അറിയില്ല. അവർ കാണാപ്പാടം പറയാനറിയാം, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ കർത്താവ് പൂജ അങ്ങനെ പറയാനറിയാം. അല്ലാതെ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അതുപോലും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഒരു അധ്യാപക വൃന്ദം ആ ഒരു എന്താ പറയുക, ഒരു ശൈലി, ഒരു രീതി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ കത്തോലിക്ക സഭയ്ക്ക് വരെ ദോഷമുണ്ടാകുന്നത് ഒരുപാട്. ഗുണം കാര്യമായിട്ടുണ്ടാവുന്നു എന്ന് വെച്ചാൽ ഉണ്ടാവുന്നുമില്ലേ. ഇതര മതസ്ഥരായിട്ടുള്ള ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട്, ഇവർ ദൈവമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ വാവിളിച്ച് നിൽക്കത്തേ ഉള്ളൂ. അവർക്കത് എന്താണ് ഡീറ്റെയിൽ എന്താണെന്ന് പറയാൻ അറിയാം. യേശു ആരാണെന്ന് പോലും വ്യക്തമായിട്ട് പറയാൻ അവർക്കറിയില്ല. കാരണം അത് ഇങ്ങനെയുള്ള ഈ പാഠശാലകളിൽ പഠിപ്പിക്കാൻ കാറ്റഗിസം ഇതിലൊന്നും പഠിപ്പിക്കുന്നുണ്ട്. അധ്യാപകന്മാർക്ക് അറിയില്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് എങ്ങനെ അറിയാം?
അപ്പോൾ ഇതൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഏതായാലും സുഹൃത്തുക്കൾ, നമ്മളാരെയും കുറ്റം പറയുന്നൊന്നുമില്ല, അവരതിങ്ങനെ കൊണ്ടുപോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അവർ നല്ല രീതിയിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഈ സ്നാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെറിയൊരു ഭാഗമാണ് ചർച്ച ചെയ്തത്. ഇനി വരും ഭാഗങ്ങളിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പോവാം എന്നുള്ളത് നമ്മൾ അറിയിക്കുകയാണ്. ഏതായാലും കേട്ടിരുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദി പറയുക. സുഹൃത്തുക്കളെ, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ബൈബിള് പരിശോധിച്ചു വേണം തീരുമാനമെടുക്കാൻ. അല്ലാതെ തൊണ്ട തൊടാതെ നിങ്ങൾ വിശ്വസിച്ചിട്ട് അതങ്ങ് വിഴുങ്ങരുത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊരു 10 മിനിറ്റ്, 5 മിനിറ്റിലെ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം ആരെങ്കിലും പറഞ്ഞാൽ അതൊന്ന് പരിശോധിക്കാൻ ഒരു 10 മിനിറ്റ് മതി. അവർ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ എടുക്കുന്നു, ഏതാണ് വചനം, ആ വചനം എടുക്കുന്നു, അത് വായിച്ചു നോക്കുന്നു, പരിശോധിക്കുന്നു, അത്രയും ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കെല്ലാം സാധിക്കും. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അയൽവാസികളെയും എല്ലാവരെയും, ശത്രുക്കളെ അടക്കം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം, നന്ദി. ഇനി നമുക്ക് അടുത്തൊരു വിഷയവുമായി ബന്ധപ്പെടുന്നവരെ നമുക്ക് കാണാം. യേശുവിനെ കാണാം. താങ്ക് യു.